ബാക്കിയൊക്കെ അതിന്റെ താഴെ. ഏറ്റവും വലുതാണ്ടത് ശൈത്താനൊരു പണിയുണ്ട്, മനസ്സിലായിക്കോളി. ശൈത്താനൊരു പണിയുണ്ട്. അതെന്താ പണി വെച്ചാല്, ആവശ്യമില്ലാത്ത ആളുകളെ, എന്നെ പോലത്തെ ആൾക്കാരെ കൽബിൽ വലുതാക്കി തരാം. ഓ സാലിം പൈസ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലുതാക്കുക. ഇങ്ങനെ വലുതാക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു കറാഹത്ത് പോലെയുള്ള സാധനങ്ങൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പൊ ശൈത്താൻ എന്നിട്ട് ഒഴിഞ്ഞിരുന്നിട്ട് പറയും, എന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് പറയാനുള്ള പരിപാടിയാണത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആരും നമ്മുടെ കൽബിൽ വലുതാണ്ട. സയ്യിദന്മാരൊക്കെ അവർക്ക് സിയാദത്ത് എന്ന രക്തഗുണമുണ്ട്. എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും സിയാദത്ത് എന്ന രക്തഗുണം അവർക്കുണ്ട്. അപ്പൊ ആവശ്യത്തിനാണ് വലുതാകേണ്ടത്, ആവശ്യത്തിനാണ് വലുതാക്കേണ്ടത്, അതിന്റെ അപ്പുറം വലുതാക്കണ്ട. ഇന്റെ ഗുണം എത്രയുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയല്ലോ. അതുകൊണ്ട് കുറച്ചേറെയാണ്, ലേശം കുറക്കണം എന്നാണ്. പക്ഷെ നല്ലതാണ് സംഗതിയൊക്കെ നല്ലതാണ്. ശൈത്താൻ ചൂഷണം ചെയ്യുന്നത് നോക്കണം, അത്രേ ഞാൻ പറയണുള്ളൂ. സംഗതിയൊക്കെ നല്ലത് തന്നെയാണ്. ശൈത്താൻ നമ്മളെ ചൂഷണം ചെയ്യുന്നത് നന്നായി ശ്രദ്ധിക്കണം, അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓരോ ആളുകളെയും അവരുടെ ദറജക്കനുസരിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ എന്തേ പറഞ്ഞത്, എന്തേ ഇപ്പൊ പറയാൻ കാരണം എന്നറിയില്ല. എന്തായാലും ആളെ നോക്കലാണ് പഴയ പതിവ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞതാണ്, ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടൂലായിരുന്നു. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു എവിടെയാണോ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സ്ഥലം നേരത്തെ നിശ്ചയിച്ച് അവിടെ ഇരുന്ന് 40,000 ഖത്തം ഓതി തീർത്തിട്ടുണ്ട്. അങ്ങനത്തെ അബൂ ഹനീഫ ഇമാം ഒരു അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് തോന്നുക അത് മൂപ്പർക്ക് ഈ ഹദീസ് കിട്ടാത്തോണ്ട് ഇക്കാരം എന്താ പനി കാട്ടുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞപ്പോ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞപ്പോ നമുക്ക് തോന്നുക അതിനേക്കാളും നല്ല അഭിപ്രായം നമ്മൾ പറഞ്ഞതാണ്. ഇത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നാണ് നോക്കിയിരുന്നത്. അതുകൊണ്ട് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളല്ല, മുഅ്മിനിന്റെ ജീവിതമാണ്. ശ്രദ്ധ പോയല്ലോ എല്ലാരും, അങ്ങനെ ശ്രദ്ധിക്ക്. ഉസ്താദ് വന്നിട്ടുണ്ട്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയെല്ലാരും, നോക്കണ്ടല്ലോ. അടുത്ത കാലം വരെ എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. തൊട്ടടുത്ത കാലത്താണ് എന്താ പറഞ്ഞത് എന്ന് നോക്കി തുടങ്ങിയത്. ആര് പറഞ്ഞു എന്നത് പ്രശ്നമല്ല, എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഇസ്ലാം ദീൻ പ്രമാണങ്ങളല്ല, മുഅ്മിനിന്റെ ജീവിതമാണ്. മാലിക് ദീനാറും സംഘവും ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴേ ഒരു ലോറി നിറയെ കിതാബ് കൊണ്ട് വന്നതല്ല, അവരുടെ ശരീരം കൊണ്ടാണ് വന്നത്. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാലേ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഏഡിലുണ്ട്, കിതാബിലുണ്ട്, സൈറ്റിലുണ്ട്, യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നതാണ് പ്രശ്നം. ഹദീസുകൾ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ ആ ഹദീസ് ജീവിതത്തിന്റെ ഭാഗമാവലുണ്ടോ? ഹദീസ് നമ്മൾ കേൾക്കുമല്ലോ, പക്ഷെ ഹദീസ് ജീവിതത്തിന്റെ ഭാഗമാവോ? വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായത്തിൽപ്പെട്ടതല്ല എന്ന് മുഹമ്മദ് നബി. വലിയവർ എന്ന് പറഞ്ഞാൽ പല നിലക്കും വലുതാവും, ചെറിയവര് എന്ന് പറഞ്ഞാൽ പല നിലക്കും ചെറുതാവും. ഏത് നിലക്ക് ചെറുതായാലും ഏത് നിലക്ക് വലുതായാലും ഹദീസ് ജീവിതത്തിലേക്ക് വരണമെന്ന്. സ്വന്തം വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ? അയൽപക്കത്തെ വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞവേ മനസ്സിലാവും. അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ വീട്ടിക്ക് വിരുന്ന് വന്നു, ഒരു ഗ്ലാസ് ചായ കൊടുത്തു. അവനെ ചായ കുടിക്കുമ്പോ ഗ്ലാസ് വീണ് പൊട്ടി. എന്താ പറയാ, സാരല്ല, കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും.
ക്ലാസ് അല്ലേ, 20 ഉറുപ്പ്യല്ലേ ഉള്ളൂ, ഇവിടെ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയും. ആ ഗ്ലാസ് വീണ് പൊട്ടിയത് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലോ ബദർ യുദ്ധം ഉറപ്പ്. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഞാൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കുട്ടിയോട് കാരുണ്യമുണ്ടോ? കുട്ടിയോട് കാരുണ്യം ഉണ്ടെങ്കിൽ അയൽപക്കത്തെ കുട്ടിയോട് കാണിച്ച ആ കാരുണ്യം അവനാന്റെ മക്കളോടും കാണിക്കണ്ടേ? അവനാന്റെ കുട്ടിയോടും കാണിക്കണ്ടേ? അത് എന്തല്ലാത്തത്? കുട്ടികളാവുമ്പോ ഹൗദെന്ന് കുറച്ച് വെള്ളമൊക്കെ മുക്കും, കാൽമക്കൂടിയൊക്കെ ഒന്ന് പാരും, സുപ്രഭാതത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ വെട്ടും, കണ്ണടയുടെ കാലൊന്ന് കേടൊന്നു എന്നൊക്കെ വരും. അതിങ്ങനെ ചൊറിഞ്ഞു മാന്തി അപ്പടി ഇപ്പടി അതെടുക്കരുത് ഇതെടുക്കരുത്. സൈക്കിൾമ കയറിയാലും പ്രശ്നം, കയറിയില്ലെങ്കിലും പ്രശ്നം. സൈക്കിൾ കയറാനുള്ള തന്നെയല്ലേ? സൈക്കിൾ കയറാനുള്ള തന്നെയല്ലോ. കുറച്ചിങ്ങനെ വയസ്സായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. അത് കേട്ടോളി എല്ലാവരും. 3 സമയത്താണ് മാറ്റം ഉണ്ടാകുക. 1 പ്രായം തികയുമ്പോ, 2 ജോലി കിട്ടുമ്പോ, 3 റിട്ടയർഡ് ആവുമ്പോ. 3 പറഞ്ഞുതരാന്. 1 പ്രായം തികയുമ്പോ എന്ന് പറഞ്ഞാല് ബുലൂഗാവുമ്പോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലിയ കുട്ടിയാവുമ്പോ. വാപ്പ പറയല്ലോ ഇപ്പൊ വലിയ കുട്ടിയായി എന്ന് പറയല്ലോ. അപ്പൊ ഓനും ഇങ്ങനെ തോന്നുക, ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട്, ഇനി ആരും എന്നോട് ഇങ്ങോട്ടൊന്നും പറയണ്ട, എല്ലാരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം. ഒന്നും എടുക്കാൻ തയ്യാറാവൂല വലിയ കുട്ടിയായാല്. അങ്ങനല്ലല്ലോ. ഏത് വലിയ കുട്ടിക്കും അതിന്റെ മേലെ പറയാൻ വേറൊരാൾ വേണം. അപ്പൊ എന്നോടും പറയാൻ ഒരാൾ വേണമല്ലോ. എന്റെ ഉസ്താദുണ്ട്, ഹയാത്തിലുണ്ട്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ വാപ്പയുണ്ട്, ഹയാത്തിലുണ്ട്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആരോടും പറയാൻ ഒരാൾ വേണം, ആരോടും കൽപ്പിക്കാൻ ഒരാൾ വേണം, ആരോടും അവിടെ നിൽക്കണമെന്ന് പറയാൻ ഒരാൾ വേണം, ഇരിക്കണമെന്ന് പറയാൻ ആൾ വേണം. ഇല്ലെങ്കിൽ കേടുവരും. വാപ്പ മരിച്ചാൽ വാപ്പാന്റെ സ്ഥാനത്ത് വേറൊരാളെ കാണണം, അമ്മാവനെ കാണണം, അല്ലെങ്കിൽ വാപ്പാന്റെ ഒരു കൂട്ടുകാരനെ കാണണം. എന്റെ വാപ്പ മരിച്ചു, നിങ്ങളാണ് എന്റെ ഉപ്പാന്റെ സ്ഥാനത്തിട്ടോ എന്ന് പറയണം. ഒരു ഉസ്താദ് മരിച്ചാൽ വേറെ ഉസ്താദ് വേണം. എപ്പോഴും നമ്മുടെ മേലെ സംസാരിക്കാൻ ഒരാൾ വേണം. അപ്പോഴേ കാര്യം ക്ലിയർ ആവുള്ളൂ. അപ്പൊ അത് കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണം. മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റാണ് വലിയ കുട്ടിയാവുമ്പോ. തഹസീലാവുമ്പോ വലിയൊരു മാറ്റാണത്. ഞാൻ തഹസീൽ പൈസ ആയില്ല, ഇനിയിപ്പോ ഒന്നും വേണ്ട, ബാക്കവി ആയില്ല, ദാരിമി തേഞ്ഞില്ല എന്നുള്ളതാണ്. ആരോടും കൽപ്പന പറയാൻ, ആംഗ്യം കാണിക്കാൻ, ഇഷാറത്ത് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം. 2ാമത്തെ മാറ്റം ജോലി കിട്ടുമ്പോഴാണ്. ജോലി കിട്ടാന് കഴുതക്കാലം പിടിക്കും. ജോലി കിട്ടാന് എന്തും ചെയ്യും. ജോലിയോട് കിട്ടിയാല് സ്വഭാവം മാറും. ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നുണ്ടാവും കുറച്ച് ആൾക്കാർ, കുറെ SI-മാര്, പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാല്, ബ്ലോക്ക് ചെന്നാല്, വില്ലേജ് ഓഫീസിൽ ചെന്നാലൊക്കെ ചില ആൾക്കാർ മനുഷ്യന്മാരെ മൂത്തുക്ക് തന്നെ മേരങ്ങത്തിൽ നോക്കൂല. ജോലി കിട്ടിയാണ്ടാവുന്ന ഒരു സ്വഭാവ മാറ്റാണത്. ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്ന് തീരുമാനിച്ചമായി. ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ. ഇതാണ് ജോലി കിട്ടിയുള്ള മാറ്റം. 3ാമത്തെ മാറ്റാണ് റിട്ടയർഡ് ആവുമ്പോ. ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കുവൈത്തിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കൃഷിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. റിട്ടയർഡ് ആയാൽ അതുവരെയുള്ള ആൾക്കാരൊന്നും പറ്റൂല. അങ്ങനെയാണ്. മുതിർന്ന പിന്നെ കുട്ടികളെ പറ്റൂല. കുട്ടികൾക്ക് വയസ്സാരെ പറ്റൂല, വയസ്സന്മാർക്ക് കുട്ടികളെ പറ്റൂല. എവിടെ വലിയവരോടുള്ള ബഹുമാനം, ചെറിയവരോടുള്ള കാരുണ്യം ഇല്ല, അതൊന്നും കാണാനല്ല. റിട്ടയർഡ് ആയ വലിയൊരു മാറ്റാണ്. എന്തേ? കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടൂടല്ലോ വയസ്സന്മാർക്ക്. എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞേ, പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർക്കല്ല. വണ്ടിയുടെ കാറ്റേക്കൊന്നും വേണ്ട, ഇവിടെ ഉള്ളവർക്കല്ല. വയസ്സന്മാർക്ക് കുട്ടികളെ എല്ലാവരും ചെറുതായിട്ട് വലുതായ തന്നെയല്ലേ. ആരും സ്വാലീഹ് നബിയിലെ ഒട്ടകത്തിന്റെ മാതിരി പാറന്റെ ഉള്ളിൽ നിന്ന് ഇത്ര വലുപ്പത്തിലാണ് വന്നോന്നല്ലോ. എല്ലാ മനുഷ്യന്മാരും ചെറുതായിട്ട് ഇത്ര വലുപ്പത്തിൽക്കായതാണ്. നമുക്കും ഒരു കുട്ടിക്കാലം കഴിഞ്ഞു പോയില്ലേ? എന്താ കുട്ടികളോടുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ? ചെറിയവരോടുള്ള കാരുണ്യം അത് എല്ലാ നിലക്കും ബാധകമാണ്. ജോലിയുള്ളവൻ ജോലിയില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം, അതും ചെറുപ്പം വലുപ്പം തന്നെയാണ്. സ്ഥാനമുള്ളവൻ സ്ഥാനമില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം. ചെറിയവർ വലിയവരെ ബഹുമാനിക്കണം, സ്ഥാനമില്ലാത്തവർ സ്ഥാനമുള്ളവരെ ബഹുമാനിക്കണം.
എല്ലാം. ഇന്നോവയിൽ പോകുന്നവൻ ബൈക്കിൽ പോകുന്നവനോട് വാത്സല്യം കാണിക്കണമെന്ന്. ഞാനാണ് ബൈക്കോട്ടെ എന്ന് തീരുമാനിക്കലല്ല, ഇത് ബൈക്കോ ഓൻ തിരിച്ചും വേണം. നിങ്ങൾ ഇന്നോവയിലല്ല, നിങ്ങൾ ബൈക്കോളിന്ന് ഓനും തീരുമാനിക്കണം. ഒരു പ്രശ്നമില്ല. ആരും മറ്റൊരു മനുഷ്യന് അവസരം കൊടുക്കണില്ല. എല്ലാവർക്കും അവനവന്റെ കാര്യം അറിയുള്ളൂ. എന്താ കേട്ടാ? എന്നിട്ട് നമ്മളോടാണ് പറഞ്ഞിട്ടുള്ളത്, വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും ഇന്റെ സമുദായമല്ല. പിന്നെ ആരെ സമുദായത്തിലാണ് നമ്മൾ പെടുക? ഹദീസ് ഹദീസായിട്ട് നിന്നിട്ടൊരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഇറക്കിക്കൊണ്ടുവരും, നമ്മുടെ ജീവിത ചുറ്റുപാടിലേക്ക് അതിനെ കൊണ്ടുവരും. അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഅമലുസ് സ്വാലിഹാത്ത്. ത്വയ്യിബാത്ത് മാത്രം നിങ്ങൾ കഴിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. സൽക്കർമ്മം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് വേണമെങ്കിൽ ത്വയ്യിബാത്ത് മാത്രം കഴിക്കണം. സൽക്കർമ്മം പ്രവർത്തിക്കാൻ ഒരു മനുഷ്യന് തൗഫീഖ് കിട്ടുന്നത് ത്വയ്യിബാത്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അതായത് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബാവണം. എന്താ ഭക്ഷണം ത്വയ്യിബാകുക എന്ന് പറഞ്ഞാല്? ഞാൻ പ്രാവശ്യം സൗദിയിൽ പോയ സമയത്ത് ഒരു സുഹൃത്തിന്റെ റൂമിൽ താമസിച്ചു. അവനോട് അനുഭവം പറഞ്ഞു. മൂപ്പര് വിദേശത്തുനിന്ന് ക്രോക്കറി ഐറ്റംസ് അതുപോലെ ഫർണിച്ചറുകൾ ഒക്കെ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ്. 24 ലക്ഷം റിയാൽ മുടക്കിയിട്ട് ആരംഭിച്ച കമ്പനിയാണ്. ഇതുവരെ ലാഭമൊന്നും എടുത്തിട്ടില്ല. ലാഭമൊന്നും എടുത്തിട്ടില്ല. 4 ആളുകൾ ചേർന്ന കമ്പനി, നല്ല കമ്പനി. ആ കമ്പനിയിൽ മാനേജറായിട്ട് തൊപ്പിയിട്ട ഒരാളെ കൊണ്ടുവന്നു. തൊപ്പിട്ട ആളെന്നുള്ളത് ഞാൻ വിശദീകരിക്കണ്ടെന്ന് എനിക്ക് തോന്നണേ. തൊപ്പിട്ട ഒരാളെ കൊണ്ടുവന്നു, വിശ്വസ്തൻ. നല്ലവർക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. ബിസിനസിന്റെ എല്ലാ ഐഡിയയും കാണിച്ചു കൊടുത്തു. പർച്ചേസിന് കൊണ്ടുപോയി. ഈ ബിസിനസിന്റെ വലിയൊരു സംഗതിയാണ് എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത്. പർച്ചേസിനും കൊണ്ടുപോയിട്ട് അതും കാണിച്ചു കൊടുത്തു. പ്രധാനപ്പെട്ട ഒരു ഓണർ, നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണർ 6 മാസത്തെ ലീവിന് നാട്ടിൽ വന്ന് തിരിച്ചെത്തിയപ്പോഴേക്ക് ഇതേപോലത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ കീഴിൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു. മറ്റോടുന്ന് ശമ്പളം പറ്റുന്നുണ്ട്. എങ്ങനെ ത്വയ്യിബാകുക? ആ ശമ്പളം ഒഴിവാക്കിയിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമുണ്ട്. ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പുറത്ത് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ്. 900 രൂപ ശമ്പളം പറ്റുകയും 1000 രൂപക്ക് പണിയെടുക്കുകയും ചെയ്താൽ ത്വയ്യിബാണ്. 1000 റുപ്യക്ക് പണിയെടുക്കുകയും 1100 റുപ്യ പറ്റുകയും ചെയ്താൽ ത്വയ്യിബാവില്ല. തന്നെ സംഗതി. ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി ഒരു കട്ടൻ ചായ വാങ്ങി. ഒരു ചെറുനാരങ്ങന്റെ കഷ്ണം തരുമെന്ന് ചോദിച്ചു. അതും കൊടുത്തു തന്നു. ഈ ചെറുനാരങ്ങന്റെ കഷ്ണം അതിലേക്ക് ഇങ്ങനെ പീഞ്ഞിങ്ങാണ്ട് ചായ കുടിച്ചു. കട്ടൻ ചായന്റെ പൈസ കൊടുത്തും ചെയ്തു. ചെറുനാരങ്ങ ഒരു ഫ്രീ തന്നതാണ്. ലാഭോ നഷ്ടോ? കട്ടൻ ചായക്ക് 7 രൂപ, ചെറുനാരങ്ങ ലൈം ടീക്ക് 13 രൂപ. കച്ചവടക്കാർക്ക് 6 രൂപ നഷ്ടമുണ്ട്. ആ 6 രൂപ ഇവന്റെ വയറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. 6 റുപ്യ നിസ്സാരായിരിക്കും. അമലു സ്വാലിഹാത്തിന്റെ അവസരം നഷ്ടപ്പെടും. ത്വയ്യിബാത്തല്ലാത്തത് വയറ്റിക്കെത്തിയാൽ അമലു സ്വാലിഹാത്തിന്റെ അവസരം നഷ്ടപ്പെടും. നല്ലോണം സൂക്ഷിക്കണം. ഭക്ഷണമാണ് ഏറ്റവും സൂക്ഷിക്കാനുള്ളത്. എന്നാലോ നമുക്ക് തീരെ സൂക്ഷിക്കാൻ പറ്റാത്തത് ഭക്ഷണമാണ്. എന്തും കഴിക്കാന്നുള്ളടത്തുള്ള ഏറ്റവും സൂക്ഷ്മമാക്കേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. അഭിമാനമതിന് ക്ഷതം വരും വെള്ളം കുടി എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന തരത്തിൽ പച്ചവെള്ളം ഞാൻ കുടിക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം തരുമോന്ന് ചോദിച്ചാൽ അഭിമാനാണ് പോവെങ്കിൽ ആ വെള്ളം കുടിക്കാതെ മരിക്കലാണ് ഭേദം. എന്നാലും മനുഷ്യൻ അവന്റെ അഭിമാനം കളഞ്ഞിട്ട് പച്ചവെള്ളം കുടിക്കരുത്, അഭിമാനം കളഞ്ഞിട്ട് കട്ടൻ ചായ കുടിക്കരുത്, അഭിമാനം കളഞ്ഞിട്ട് ജ്യൂസ് കുടിക്കരുത്. അഭിമാനം കളഞ്ഞിട്ട് പൊറാട്ട തരരുത്.
എന്നാലും നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണില്ല കല്യാണത്തിന്. നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണില്ല. പറയാൻ മറന്നാൽ പോകാം, പക്ഷെ ചോറ് കഴിക്കരുത്. പറയാൻ മറന്നതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോയിക്കോളി, ഭക്ഷണം കഴിക്കരുത്. കാരണം ആ ഭക്ഷണത്തിൽ അഭിമാനമില്ല, പോകുന്നതിൽ അഭിമാനമുണ്ട്. അപ്പൊ നല്ലോണം സൂക്ഷിക്കണം. ഹലാല് മാത്രമായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കണം. അത് വളരെ പ്രധാനമാണ്.